നോക്കി നടന്നൂടെ? അയ്യോ 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 നോക്കി തന്നെ ഞാൻ നടന്നത്. ഈ ചെറുക്കന്മാർക്ക് കണ്ണ് കാണാൻ വയ്യ. വണ്ടി വരുന്നുണ്ട്. ഇപ്പുറത്ത് നടന്നാൽ മതി കേട്ടാ. നോക്കി നടക്കണ്ടേ? ചോര വരുന്നല്ലോ. ഒരു ഓട്ടോ ഓടിക്കട്ടാ. ആശുപത്രിയിലൊന്നും പോണ്ട. ഇതിന് നാറ്റപ്പൂച്ചെടി എങ്ങാനും പിഴിഞ്ഞ് ഒഴിച്ച് വെച്ച് കെട്ടിയാ മതി. വേദനയില്ലേ? ഈ കയ്യിൽ പിടിച്ചിങ്ങനെ നടക്കുമ്പോ എനിക്ക് വേദനയൊന്നും അറിയത്തില്ല. എന്നെ ഇങ്ങനെ ഈ പനങ്കൊല പോലത്തെ മുടി കാണിച്ച് കുറെ നടത്തിച്ച ആളാ. അയ്യടാ, ഈ മുടി കാണുമ്പോ അങ്ങനെ ആരെങ്കിലും പുറകെ അങ്ങ് നടക്കരുതല്ലോ. മുടി കാണിച്ച് ഇപ്പൊ എന്നെ കുറ്റാൻ പറഞ്ഞോ? നടക്ക്. പോയിട്ട് കാല് കഴുകി മരുന്നൊക്കെ വെച്ച് കെട്ടാൻ നോക്കി നടക്ക്. ഈ മാവങ്ങ് വളർന്നല്ലേ വേണ്ടേ? എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ പള്ളിക്കൂടം വിട്ട് വരുമ്പോഴത്തേക്ക് നടന്ന് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് എന്റെ പുറകേ വരും. അവിടെ ചെല്ലുമ്പോ അവിടെ ഒരു മാവുണ്ട്. അത് ആ വഴി രണ്ടായിട്ട് പിരിയുന്ന സ്ഥലത്ത്. മാവിന്റെ ഓർമ്മക്കല്ലേ നമ്മൾ ഈ മാവ് വെച്ചത്? അതെ അതെ. നീ അങ്ങ് പോകുന്നത് നോക്കി നിൽക്കുന്നേ. ഞാൻ വിചാരിക്കും ഈ വഴി ഇങ്ങനെ രണ്ടായിട്ട് പിരിയണ്ടല്ലോ. കാര്യം എഴുതരാം. വെള്ളം ഇല്ലല്ലോ. ഇവിടെ ഇരിക്കും. ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം. വേദന ഇച്ചിരിച്ച വേദനയുള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ കാര്യം ഇങ്ങോട്ട് ഇങ്ങോട്ട് നീട്ടി വെക്ക്. പതുക്കെ വേണേ. എനിക്കറിയാലോ. ഇങ്ങോട്ട് നീട്ടി ഒഴിച്ചു കിടക്കാത്തോണ്ടല്ലേ. പതുക്കെ പതുക്കെ. മരക്കാലല്ലേ? മിണ്ടായിരുന്നു. ശരിയാക്കല്ലേ കാല ചെറിയ തടവിയാലേ അങ്ങ് ശരിയാവുള്ളൂ. അങ്ങനെ അങ്ങ് മാറി. അടങ്ങി വേണാടാ. അങ്ങനെ നിന്റെ പിറകെ നടക്കണം പറഞ്ഞ എന്റെ കൂട്ടുകാരന്മാരുള്ള കളിയായി തുടങ്ങി. അപ്പൊ ഞാൻ ഒരു എന്ത് ചെയ്തു? വേണ്ട, അവളെ പിറകെ ഇന്ന് പോണ്ട എന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് പറ്റി? എന്താ പറ്റി? പനി പിടിച്ച കാര്യമല്ലേ പറയാൻ പോണത്? എന്നെ ആരെയും കാണാത്തോണ്ടൊന്നൊന്നുമല്ല, എനിക്കങ്ങനെ പനി വന്നതാ. അപ്പൊ ആ വിശാലാക്ഷിയുടെ അടുത്ത് പറഞ്ഞപ്പോഴല്ലേ ഞാൻ കാര്യം അറിയണത്. പിന്നെ വിശാലാക്ഷി ഇല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് കൂടുതൽ വിസ്തരിക്കും. അവളെ സ്വഭാവം അങ്ങനെ. അവളൊരു പാവം പെണ്ണ്. ഇതെങ്ങനെയുണ്ട് ഇപ്പൊ? വേദന കുറവുണ്ടോ? അല്ല, വേദന ശരീരത്തിനല്ലല്ലോ, മനസ്സിനല്ലേ വയസ്സായി കഴിയുമ്പോ വേദന വരുന്നത്. പിന്നെ നമ്മുടെ വിശാലത്തിനെ 2 ആമക്കളല്ലായിരുന്നോ? അത് അവര് രണ്ടുപേരും അങ്ങ് വെളിയിൽ പോയി. കാണാൻ മതി അതല്ല വരുന്നുണ്ടല്ലോ. വിശാലത്തിന് 2 മക്കള്. ഒന്നങ്ങ് അമേരിക്കയിലും ഒന്നങ്ങ് പേർഷ്യയിലും ആയിരുന്നു. ഈ 2 മക്കൾക്ക് അമ്മയെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് എന്തോ ഒരു നിർബന്ധമായിരുന്നെന്ന് അറിയാമോ? നല്ല കാര്യം. എന്നിട്ട് അമേരിക്കയിലാണോ പേർഷ്യയിലാണോ വിശാലം ഇപ്പൊ? അവരിപ്പോ വൃദ്ധസദനത്തില്. ഒന്നാലോചിച്ചാ നമ്മള് ഭാഗ്യമുള്ളവരായിരുന്നു. നമ്മളെ മക്കൾ നമ്മളെ പൊന്നുപോലെയല്ലേ നോക്കണം. അതെ അതെ. ഓരോരോ സ്ഥലത്ത് ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ മക്കളെ കുറിച്ച് ആലോചിക്കും. അവർ നമ്മളെ എത്ര പൊന്നുപോലെ സ്നേഹിക്കുന്നതെന്ന്. ആ ഒരു കാര്യത്തിൽ നമ്മൾ ഭാഗ്യമുള്ളവരാ. അല്ല, എന്നാലും എനിക്ക് തങ്കത്തിന്റെ കാര്യം ഓർക്കുമ്പോൾ ഒരു മനോവിഷമം. അല്ല, അവൾ എങ്ങും എത്താതെ കിടക്കുന്നതല്ലേ. ശരിയാവും. അല്ല, ഹവീൽദാരല്ലേ പറയുന്നത് നമ്മുടെ മക്കളെ നമ്മളെ കണ്ടു പഠിക്കണമെന്ന്. നമ്മളെ കണ്ടു പഠിച്ചത്. നമ്മള് പ്രേമിച്ച് കല്യാണം കഴിച്ച് അവളും പ്രേമിച്ച് കല്യാണം കഴിച്ച്. എന്നാലും അവനൊരു ജോലി ഇല്ലാതെ പോയതിലാ എനിക്ക് വിഷമം. അതിലൊന്നും കാര്യമില്ല. അവൻ അന്തസ്സായിട്ടല്ലേ നോക്കുന്ന അവളെ. അതൊക്കെ തന്നെ. അവളെന്ന് പറഞ്ഞ അവന് ജീവനാ. അവക്കും അങ്ങനെ തന്നെ. എന്നാലും അവൾക്ക് തൊട്ടപ്പുറത്ത് കനവില്ലേ?
എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവും ഓടി വരില്ലേ? അതൊക്കെയല്ലേ ഏറ്റവും വലിയ കാര്യം. പിന്നെ ആ ഒരു സമാധാനമോ എനിക്കുള്ളത് ഇപ്പൊ. നമ്മുടെ മക്കൾ ഇങ്ങനെ സ്നേഹിച്ച് കഴിയുന്നതല്ലേ കാണാൻ പറ്റുന്നത്. അതൊക്കെ ശരി. അതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്താ വേണ്ടേ? പിന്നെ ഒരു കാര്യം, ആ എല്ലാവർക്കും ഇപ്പൊ നിന്നെ പോലെ ഭാഗ്യം കിട്ടിയെന്ന് വരില്ല. എനക്കൊരു മിടുക്കൻ ചെറുക്കനെ കെട്ടി വെച്ചിട്ട് അയ്യോ എന്റെ പൊന്നെ മിടുക്കിന്റെ കാര്യമൊന്നും പറയല്ലേ. വീഴണ്ട. കാല് വയ്യാത്തയാണ്.